പ്രിയപ്പെട്ട ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാർ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നൊരു പോർക്ക് കറി വെക്കാൻ വേണ്ടി പോർക്ക് ഒലത്തിയത്. അതിനായിട്ട് ഞാനൊരു കിലോ പന്നിയിറച്ചി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളാണ്: തേങ്ങ വേണം, ഉള്ളി വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. ഇതെല്ലാ സാധനങ്ങളും വേണം. അതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യം. അപ്പോൾ ആദ്യമായിട്ട് ഇതെടുത്തിട്ട് ഒന്ന് കഴുകി വെക്കണം. കഴുകി ഞാൻ കുക്കറിലിട്ടു. ആ കുക്കറിലേക്ക് ഉപ്പും ഇട്ടു, ഉള്ളിയിട്ടു. ഉള്ളിയുടെ ഒരു ഒരു മുറി തേങ്ങയുടെ കൊത്തിട്ടു. പിന്നെ ഒരു ചെറിയ പീസ് വെളുത്തുള്ളിയും ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടു. പിന്നെ ആ കൂടെ ഇനി ഇടാൻ പോണത് പോർക്കിന് നല്ലോണം മഞ്ഞൾ വേണം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിനകത്ത് ചേർക്കുന്ന സാധനം മുളക് പൊടി, 1.5 സ്പൂണ് മുളക് പൊടി ചേർത്തു. ഇത് കൂട്ട് കാശ്മീരി മുളകാണ്, 1.5 സ്പൂൺ അത് ചേർത്തു. ഇനി ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർക്കണം. 2 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തു. പിന്നെ പോർക്കിൻ്റെ മസാലപ്പൊടിയുണ്ട്, അതൊരു 2-3 സ്പൂണ്. അതും 2-2.5 സ്പൂൺ പോർക്കിൻ്റെ മസാലപ്പൊടി. നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കേട്ടോ. അത് ഇവിടെ അടുത്ത് ഞങ്ങൾക്കൊരു മസാലകളും ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്, അവിടെ നിന്ന് മേടിക്കുന്നതാണ്. അതിൽ കുറച്ച് കരിയാപ്പില ഇട്ടു. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അത് മിക്സ് ചെയ്ത് ഉണ്ടോ എല്ലാം ഭംഗിയാക്കി തിരുമ്മി അടുപ്പത്ത് വയ്ക്കുവാണ്. 3 വിസിലെങ്കിലും പന്നിയിറച്ചിക്ക് അടിക്കണം. കാരണം പന്നിയിറച്ചി നല്ലതുപോലെ വേകേണ്ടതുണ്ട്. അപ്പോൾ 3 വിസിലടിച്ചു. പന്നിയിറച്ചി നല്ലതുപോലെ വെന്തു. ഇനി അതിനെ ഒലത്തിയെടുക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്ത് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇനിയിപ്പോൾ ഞാൻ ഇച്ചിരി കടുക് വാരിയിടാൻ പോവുകയാണ്. കടുകില്ലാത്ത ഒരു കച്ചവടം നമുക്കില്ല. ഇതിലെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ തിളയ്ക്കുന്നു. അപ്പോൾ നമ്മൾ 1 സ്പൂൺ കടുക് ഇട്ടു. കടുകിട്ട് അത് പൊട്ടാൻ തുടങ്ങിയപ്പം ചെറിയ ഉള്ളി ഒരു 5-6 വലിയ ചെറിയ ഉള്ളി എടുത്തരിഞ്ഞ് ഒത്തിരി കിരികിരാന്നറിയാതെ ഒരു ഉള്ളി എടുത്ത് 3 പീസ് 4 പീസ്, അത് കൂടുതലില്ല. അങ്ങനെ ആ ഉള്ളിയും കരിയാപ്പിലയും കൂടെ ഇട്ട് അത് കഴിഞ്ഞൊന്ന് മൂക്കട്ടെ. അത് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞപ്പം ഇച്ചിരി കൂടി കറിക്ക് ഇച്ചിരി കൂടി ഒരു രുചി ഇത് വരുത്താനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ പോർക്കിൻ്റെ മസാലപ്പൊടി ഞാനിപ്പോൾ ചേർത്തത്. അപ്പോൾ അത് ചേർത്ത് ഇനിയിപ്പോൾ അതൊന്ന് ആ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് ഒരു മണം വരാനുണ്ട്. ആ മണം വന്ന് കഴിയുമ്പോഴാണ് ഈ പോർക്ക് ചേർത്തതും കൂടെ അതിനകത്തോട്ട് ചേർത്ത്. ഇപ്പം ഞാൻ അതിനകത്തോട്ട് ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണ്. ഒരു 1.5 സ്പൂണ് കുരുമുളകും ചേർത്തു. 1 സ്പൂണ് ഗരം മസാലയും കൂടെ ഞാൻ ചേർക്കും. ഗരം മസാലയാണത്. അത് ആദ്യം കുറച്ചേ ചേർത്തുള്ളൂ. ഇപ്പം മറ്റേ ഇതുള്ളത് പോർക്കിൻ്റെ മസാല ഉള്ളത് കൊണ്ടിട്ട് ഇത് ഞാൻ കുറച്ച് അത് ചേർത്തുള്ളൂ. ഇനിയിപ്പോൾ അതിനകത്ത് വെള്ളം കാര്യമായിട്ടില്ല, പക്ഷേ നന്നായിട്ട് നെയ്യും അതിൻ്റെ എണ്ണയും ഒക്കെ കൂടെയാണ് അത് തിളച്ച് മറിയുന്നത്. അപ്പോൾ അതൊരു മാതിരി ആ വെള്ളം നല്ലതുപോലെ അങ്ങ് പറ്റി കഴിയുമ്പോൾ വേണം നമുക്കത് വാങ്ങി വെക്കാൻ. ഏകദേശം ആയിട്ടുണ്ട്. അതിപ്പോൾ തന്നെ അത് നമ്മൾ വാങ്ങി കഴിക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. പന്നിയിറച്ചി നല്ല സൂപ്പറായിട്ട് നെയ്യൊക്കെ ഉരുക്കി എടുത്തിട്ടാണ് ഞാനത് കറി വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. കണ്ടോ, പന്നിയിറച്ചി നല്ല സൂപ്പറായിട്ട് പന്നിയിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇതിന് എന്നാ വേണമെങ്കിലും കഴിക്കാം. ബ്രെഡ് വേണം കഴിക്കാം, കപ്പ വേണം കഴിക്കാം, ചോറിൻ്റെ കൂടെ കൂട്ടാം. ഇത് ഉണങ്ങിയിരിക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇപ്പം ഇതിൻ്റെ എണ്ണ ഇതൊക്കെയാണ്, വെള്ളമെല്ലാം അങ്ങ് കുറഞ്ഞു എങ്കിലും ഉണങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് അവസാനമാകുമ്പോഴത്തേക്കും ഇത് ഉണങ്ങും. അപ്പം ഞങ്ങളിത് ചൂടെടുത്ത് കഴിക്കും. പിന്നെയും നമ്മളിത് ചൂടാക്കുമല്ലോ. അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വയ്ക്കും. എല്ലാം ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.